നമസ്തേ, കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് പാചകത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ കലയരങ്ങിൽ എന്തെങ്കിലും ഒരു വിഭവമാണല്ലോ ഞാൻ അവതരിപ്പിക്കാറ്. എന്തിനപ്പോൾ വേണ്ടാതിരിക്കണേ, ഇന്നും ഒരു വിഭവം തന്നെ ഞാൻ അവതരിപ്പിക്കാം. ഈയിടെ എനിക്ക് ഒരു 3-4 മാസങ്ങൾക്ക് മുൻപായിട്ടും 5-6 മാസത്തിനിടയ്ക്കൊന്ന് വയ്ക്കാം, ചില കല്യാണങ്ങളുടെ റിസപ്ഷന് പോകാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. പണ്ടൊക്കെ ഈ കല്യാണത്തിന് ടീ പാർട്ടി എന്നാണ് പറയുക. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയും ഭർത്താവും മറ്റു ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയൊക്കെ കാണുന്നതിനൊരു ടീ പാർട്ടി നടത്തും അവരുടെ ഭവനത്തിൽ വെച്ച്. മതാചാരപ്രകാരമുള്ള വിവാഹം ബന്ധുമിത്രാദികളോടുകൂടി നടക്കും. അങ്ങനെയൊക്കെയാണ് പതിവ്. അപ്പോൾ ആ ടീ പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ കിട്ടുന്ന പ്രധാനപ്പെട്ട വിഭവങ്ങൾ എന്തായാലും ഒരു ലഡ്ഡു ഉണ്ടാവും, അതല്ലെങ്കിൽ ജിലേബി. പിന്നീട് ഒരു പരിപ്പ് വടയോ, ഒരു ഉഴുന്ന് വടയോ, ഒരു പഴബോളിയോ, ഒരു സുഖിയനോ, അതല്ലെങ്കിൽ ഒരു ഉണ്ണിയപ്പമോ, ഒരു ബോണ്ടയോ, പിന്നീട് ഒരു ഇച്ചിരി പോവാം മിക്സ്ചർ ഉണ്ടാവും. മിക്സ്ചർ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ടല്ലോ അതിൽ, പല പല സാധനങ്ങളുമൊക്കെ. പിന്നെ അതാണ് മിക്സ്ചർ തന്നെ പറയണത്. പിന്നെ ഒരു മിഠായി ഉണ്ടാകും. ഇത് കൂടാതെ ഒരു 2 ബിസ്ക്കറ്റ്. അന്നൊക്കെ ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റൊക്കെ ഭയങ്കര ഡിമാൻഡുള്ള കാലമാണ്. ഇത്രയൊക്കെ ഐറ്റംസ്, ചായ, അത്ര. ഇതാണ് ഒരു കല്യാണത്തിൻ്റെ ടീ പാർട്ടിയുടെ വിഭവങ്ങൾ. ഇന്നതിൻ്റെയൊക്കെ ലെവൽ മാറിയില്ലേ. ഇപ്പോൾ ഒരു വിവാഹത്തിനോടനുബന്ധിച്ച് റിസപ്ഷന് വിളിച്ചാൽ, വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, റിസപ്ഷൻ പിന്നീടാണ്. ഒരുപാട് പേര് ബന്ധുമിത്രാദികളും അതല്ലാത്തവരും ഒക്കെ ആയിട്ട് പല പല ചടങ്ങുകളോടെ ആ റിസപ്ഷനാണ്. ഞാൻ ഈ റിസപ്ഷന് പോയപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. തുടക്കം തൊട്ട് ചെല്ലുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക്, ഏതാണ്ട് കടുക് പോലെയൊക്കെ ഇങ്ങനെ മുകളിലൊക്കെ കിടക്കണം, എന്തോ ഒരു വെള്ളം. എനിക്ക് പ്രായമായതുകൊണ്ടാവും, എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ്, ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങോട്ട് പോയാൽ നാരങ്ങ വെള്ളം ഉണ്ടാവും, ചിലപ്പോൾ കുടിക്കാറുണ്ട്, ചിലപ്പോൾ ഇല്ല. പിന്നെ പല പല നിറങ്ങളിൽ എന്തൊക്കെയോ ജ്യൂസുകളാണ്. ഇഷ്ടമുള്ളവർക്ക് കുടിക്കുക, ഇഷ്ടമുള്ളവർക്ക് കുടിക്കണ്ട. അത് കഴിഞ്ഞ് അകത്തേക്ക് ചെന്നാൽ ഒരു വശത്ത് നിന്നിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുക, വലിയൊരു 4 കെട്ട് പോലെ 4 വശം. ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ സാദാ ദോശ, മസാല ദോശ, നെയ് റോസ്റ്റ്, അപ്പം, അരി കൊണ്ടുള്ള ഈ ഇത്, അതിന് ഓരോന്നിന് സാമ്പാർ, ചട്ടണി, ഉള്ളി ചമ്മന്തി, ഇഷ്ടു, അങ്ങനെയൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി, പൊറോട്ട, നാൻ, പൂരി മസാല, അങ്ങനെ ഒരു ഐറ്റംസ്. പിന്നെ ഫ്രൈഡ് റൈസ്, മറ്റൊരു ഐറ്റംസ്. അതിനും കറി എന്തെങ്കിലും കടലക്കറി ആവും ചിലപ്പോൾ. ചിലയിടത്തൊക്കെ പാർട്ടിക്ക് ഇപ്പോൾ ഒട്ടുമിക്കതും വെജിറ്റബിൾസ് മാത്രമല്ല, നോൺ വെജുകാരും ഒക്കെ ഉണ്ട്. അത് വേറെ സെക്ഷൻ ആവാറുണ്ട് കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോവാറില്ല, എനിക്ക് ഇതേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കടലക്കറിയോ ഇഷ്ടമോ അങ്ങനെ ഐറ്റംസില്ല. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ നടുവിൽ കുറേ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുമൊക്കെ കിട്ടാറുണ്ട്. കാപ്പി ചായാദികൾ പുറത്തുണ്ട്, വെള്ളം കുടിക്കണമെങ്കിലുണ്ട്. അത് കൂടാതെ കണ്ട് ഈ ഒരു സ്ഥലത്ത് ഒരുപാട് പേരിങ്ങനെ ക്യൂ നിൽക്കുന്നു. പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ചെന്ന് പ്ലേറ്റ് കാണിച്ചാൽ അവിടെ പ്ലേറ്റ് ഉണ്ട്, എടുത്ത് കാണിച്ചാൽ അപ്പോൾ ഇഷ്ടമുള്ളത് എന്താ വേണ്ടത് വെച്ചാൽ കഴിക്കാം. അങ്ങനെയാണ് അവിടെ അങ്ങനെ കുറച്ച് ക്യൂ തിങ്ങി നിൽക്കണം. അപ്പോൾ എനിക്ക് തോന്നി എന്തോ നല്ല ഡിമാൻഡുള്ളൊരു സാധനം, ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വീട്ടടിച്ചു. അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ സംഗതി ഡിമാൻഡ് ഉണ്ട്. നമുക്കാ ഡിമാൻഡില്ലാത്ത പഴയ ആൾക്കാർക്ക്, മറ്റുള്ളവർക്കൊക്കെ ചെറുപ്പക്കാർക്ക്. പിന്നെ അതിൽ 2-3 വിദേശികളും ഉണ്ടായിരുന്നു. പ്ലേറ്റ് പിടിച്ചിട്ട് ഇത് വാങ്ങിച്ച് വളരെ രുചിയോടെ വാങ്ങിച്ച് കസേരയിൽ പോയിരുന്ന് കഴിക്കുന്നത്. അവിടെ ഞാൻ കണ്ട ഒരു വിഭവമാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അയൽപ്പക്കക്കാർ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളത് ഗ്രാമീണ ജനത കഴിച്ചുകൊണ്ടിരുന്ന ഒരു വിഭവമാണ്. ഇന്ന് ആ നാട്ടിൽ രാജാവായിരുന്ന ആ വിഭവം ഇന്ന് വിവാഹത്തിൻ്റെ റിസപ്ഷൻ ഹാളിൽ രാജകീയ പദവിയിലാണ്.
കാണണ്ടേ നിങ്ങൾക്ക് ആ വിഭവം? കാണിച്ചു തരാം. സാധാരണ നാടൻ കപ്പ തൊണ്ട് കളഞ്ഞ് ചെണ്ടമുറിയനെന്ന് പറയും, വെറുതെ ഇങ്ങനെ അങ്ങ് മുറിച്ച് അങ്ങ് ഉപ്പിട്ട് പുഴുങ്ങി അതിങ്ങനെ ഒരു പ്ലേറ്റിൽ ഒരു 3-4 ഇപ്പോൾ എടുത്തു വെച്ചേക്കുക, കൊടിലിട്ട് പിടിച്ചിങ്ങോട്ട് എടുത്താൽ മതി, എത്ര പീസ് വേണമെങ്കിൽ എടുക്കുക. അതിന് തൊട്ട് കൂട്ടാനായിട്ടൊരു ചമ്മന്തി, സ്വാദ് നൽകുന്നത് ആ ചമ്മന്തിയാണ്. ആ ചമ്മന്തി എന്താ? കാന്താരി മുളകും ചെറിയ ഉള്ളിയും ഉപ്പും കൂടി മിക്സ് ചെയ്ത് ഒന്നങ്ങോട്ട് ഒരൊറ്റ ഉടക്കൽ, എന്നിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. അതാണ് ചമ്മന്തി. ചുരുക്കത്തിൽ കാന്താരി മുളകിൻ്റെ ചമ്മന്തി പുഴുങ്ങിയ കപ്പയും. ഇതായിരുന്നു അവിടുത്തെ വിഭവം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ ഭവനത്തിൽ അത്താഴത്തിന് ഈ വിഭവം വിളമ്പാൻ റെഡിയാക്കി വെച്ചേക്കുക. അതിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങൾ ഈ ചമ്മന്തിക്കൊരു മാറ്റം ഞാൻ വരുത്തി. കാശ്മീരി മുളകെന്ന് പറയുന്ന ഒരു തരം മുളക് കിട്ടും, അതിന് എരിവ് കുറച്ച് കുറവാണ്. ആ മുളക് തൊപ്പി കളഞ്ഞ് ഒരു ചെറിയ ഉള്ളി, ഒരുപാട് പാടില്ല, മുളകിനനുസരിച്ച് ഉള്ളിയൊന്നും വേണ്ട, ഒരു ടേസ്റ്റ് ഒന്ന് മാറാൻ, ആ എരിവിൻ്റെ ടേസ്റ്റിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ വേണ്ടി ഒരു 4-5 ഉള്ളിയും കൂടെ ആദ്യം അങ്ങോട്ട് വറുത്തു, മുളകും വറുത്ത് കോരി കുറച്ച് വെളിച്ചെണ്ണ ഇത്തിരി ധാരാളം ഒഴിച്ചു കേട്ടോ. കാരണം അതിൽ ഈ പൊടി ചാലിക്കേണ്ടി വരും, മിക്സ് ചെയ്യേണ്ടി വരും. അത് വറുത്ത് ഉടനെ ഇങ്ങോട്ട് കോരി വെച്ചു. അത് ചൂടാറിയപ്പം മിക്സിയിലേക്ക് അങ്ങിട്ടു, അതിലല്പം ഉപ്പിട്ടു, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തു. എന്നിട്ട് ഒന്നങ്ങ് ബാക്ക് തിരിച്ച് കഴിഞ്ഞു. പൊടിയരുത്, എന്നാൽ കുറച്ച് തിരങ്ങോട് കൂടിയിട്ടുള്ളൊരു മിശ്രിതം. ഈ മിശ്രിതം ഈ വറുത്തെടുത്ത എണ്ണയിലേക്ക് അങ്ങിടുക. എന്നിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കും. അതിന് ഇവിടെ ഞങ്ങൾ പറയുന്നത്, കപ്പയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ചമ്മന്തി ഇവിടെ ഇഷ്ടം. കാന്താരി മുളക് കൂട്ടും, ഇല്ലായൊന്നുമില്ല. മുളകാ ചമ്മന്തി എന്നാണ് പറയുന്നത്. ആ കപ്പയും, നാടൻ കപ്പയും പുഴുങ്ങിയെടുത്തത്, നാടൻ മുളകാ ചമ്മന്തിയും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിന് വേണ്ട വിഭവങ്ങൾ, റെസിപ്പി: കപ്പ വാങ്ങിക്കുക, തൊണ്ട് കളയുക, കഷ്ണങ്ങളായിട്ട് മുറിക്കുക, അങ്ങോട്ട് ഉപ്പിട്ട് വേവിക്കുക, വിഭവമായി. അത് തൊട്ട് കൂട്ടാനുള്ള ചമ്മന്തി, കാശ്മീരി മുളക് തുപ്പി കളഞ്ഞ് വെളിച്ചെണ്ണ ഒഴിച്ച് 5-6 ഉള്ളിയും കൂടെ ചേർത്തൊന്ന് വറക്കുക. വറുത്ത് കോരിയതിന് ശേഷം കായം കഷ്ണമാണെങ്കിൽ ആദ്യം പൊരിച്ചെടുക്കണം. ഇപ്പൊക്കെ പൊടി കിട്ടും. ഞാനത് മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഉപ്പും ഇടും, കായപ്പൊടി ഇടും, ഇങ്ങോട്ട് പൊടിക്കും, ഇങ്ങോട്ട് വയ്ക്കും. അപ്പം ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വിഭവം, ഇന്നത്തെ വിഭവം നാട്ടുരാജാവ് കണ്ടോളൂ. നാടൻ കപ്പ നാട്ടുരാജാവ്. അതിൻ്റെ ചമ്മന്തി കണ്ടോളൂ, മുളകാ ചമ്മന്തി. ഇതാ മുളകാ ചമ്മന്തി. ഇതെങ്ങനെയാണ് ഞാൻ പിടിച്ചിട്ട് താഴെ വീഴുവോ ഇല്ലായിരിക്കാം. മുളകാ ചമ്മന്തി, നാടൻ കപ്പ മുളകാ ചമ്മന്തി. നല്ല രുചിയാണ്, ഉണ്ടാക്കാനും എളുപ്പം. അതിനേക്കാളേറെ ഇവിടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എനിക്കാണെങ്കിലോ ജോലി വളരെ സിമ്പിൾ, അത്താഴം. പക്ഷേ ഷുഗറുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് എന്നൊന്നും പാസ്സാവില്ല. വല്ലപ്പോഴും ഒരിക്കൽ 4 കഷ്ണം കപ്പ തിന്നു വെച്ചിട്ട് ഒരു ഷുഗറും താളം തെറ്റാൻ പാടില്ല. ധൈര്യമായിട്ട് കഴിച്ചോളൂ, രുചിയായിട്ട് കഴിച്ചോളൂ. വരുന്നുണ്ടോ കപ്പ കഴിക്കാം? അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ വിഭവം, നാടൻ കപ്പ നാട്ടുരാജാവ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഇതെല്ലാവരോടും ഉണ്ടാക്കാൻ പറയണ്ടല്ലോ, സുലഭമല്ലേ. ഒരു ദിവസം നീ പറഞ്ഞ പോലെ ഉണ്ടാക്കി നോക്കുന്നേ, നല്ല രുചിയാണ്. നന്ദി.